Amen. Thank you so much, Pastor Reggie Papachan. May God bless you. Once again, we greet you, welcome everyone to our podium, Miraculous Sons of Jesus Ministry. Let us worship for some time. Brother Wilson is on the line. Brother Wilson, ചേർന്ന് നമുക്ക് അല്പസമയം ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. Wilson, would you please? ഹല്ലേലൂയ. കർത്താവിന് പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇതിലേക്ക് ക്ഷണിച്ച ഇതിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. അതെ, 147-ാമത്തെ സങ്കീർത്തനം എങ്ങനെ പറയുന്നു? യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, മനം തകർന്നവരെ മുറിവ് കിട്ടുന്നു. കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു. ഇതർത്ഥം വരുന്ന ഒരു പഴയ പാട്ട്, മഹാകവി കെ വി സൈമൺ എഴുതിയ പാട്ടാണ്. 147-ാം സങ്കീർത്തനത്തിന് ചില അടികൾ മാത്രം പാടുവാൻ ആഗ്രഹിക്കാം. ഹല്ലേലൂയ. സ്തുതി ചെയ്യുവിൻ പരനേ, ഹൃദി ചിന്തതല്ലും കലങ്ങാതെ സന്ദർഭം സ്തുതി ചെയ്യുവിൻ പരനേ. സന്തതസ്തുതി ചെയ്യുന്നതെന്തു നല്ലതവന്റെ, ചന്ദ്രമേഴുനാഥനല്ലോ ബന്ധുരാഭക്താ. സന്തതസ്തുതി ചെയ്യുന്നതെന്തു നല്ലതവന്റെ, ചന്ദ്രമേഴുനാഥനല്ലോ ബന്ധുരാഭക്താ. മന്ദരമീനാപണിയും നന്ദരായി ചിതറിയോരെ ഹന്തശേഖരിച്ചിടുന്നു സന്തതം സ്തുതി ചെയ്യുവിൻ പരനേ. ഹൃദി ചിന്തതല്ലും കലങ്ങാതെ സന്തതം സ്തുതി ചെയ്യുവിൻ പരനേ. അന്തരനുറുക്കമുള്ള സ്വന്ത ജനനേലയവൻ അന്തികേ ചേർത്താനുബന്ധനം ചെയ്യും. അന്തരനുറുക്കമുള്ള സ്വന്ത ജനനേലയവൻ അന്തികേ ചേർത്താനുബന്ധനം ചെയ്യും. അന്ധകാരേ വീഴും അനന്തതാരകേണങ്ങളിൽ വൻതുകേ ഗ്രഹിച്ചു പേരന്തരമെന്നേടുന്നു സന്തതം സ്തുതി ചെയ്യുവിൻ പരനേ. ഹൃദി ചിന്തതല്ലും കലങ്ങാതെ സന്തതം സ്തുതി ചെയ്യുവിൻ പരനേ. ശക്തിമാനവനധികം ബുദ്ധിമാനദീനവൻ സത്വഗുണപ്രധാനായി സാധുജനത്തെ
ശക്തിമാനവേനധികം ബുദ്ധിമാനീനവൻ സദ്ഗുണപ്രധാനേന സാധുജയത്തെ എത്രയും ഉയർത്തി ദുഷ്ടമർത്യരേനവരെയും താഴ്ത്തിടുന്നതിനാൽ വാദ്യ യുക്തമാം സ്തുതി കൊടുപ്പീൻ സന്തതം സ്തുതി ചെയ്യുവിൻ പരേ ചിന്തതല്ലും കാലങ്ങളെ സന്തതം സ്തുതി ചെയ്യുവിൻ പരേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സ്തുതിക്കും മാനത്തിനും മഹത്വത്തിനും യോഗ്യനാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ നാം തുടർന്ന് ആരാധിക്കാം. നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന പ്രത്യാശ മറ്റൊന്നുമല്ല, നാം പ്രാക്കളെ പോലെ ഒരു ദിവസം പറന്നു വരും. കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായിരിക്കാണ്. പ്രാണപ്രിയൻ്റെ മുഖം കാണുവാൻ ആശയോടെ നാം എല്ലാവരും കാത്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതാണല്ലോ. ഈ ലോകത്തിലല്ല നമ്മുടെ പ്രത്യാശ, നിത്യജീവനിൽ കർത്താവിൻ്റെ വരവേണ്ടി. അതേ ഓർപ്പിക്കുന്ന ഒരു പാട്ടോടെ നമുക്ക് ചേർന്ന് പാടാം. പ്രകൃതിപോൽ പറന്നിടുന്നേ പ്രാണപ്രിയൻ വരവിൽ. പ്രകൃതിപോൽ പറന്നിടുന്നേ പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശേറുന്നേ പൊന്മുഖം കാണുവാൻ, പ്രത്യാശേറുന്നേ പൊന്മുഖം കാണുവാൻ. പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു. പ്രകൃതിലെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രകൃതിലെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ കാന്തേനാമേശു വരുമ്പോ. കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ കാന്തേനാമേശു വരുമ്പോ. കാത്തിരുന്നിടാം ആത്മബലം ധരിക്കാം, കാത്തിരുന്നിടാം ആത്മബലം ധരിക്കാം. കാലങ്ങളേറെയില്ല, കാലങ്ങളേറെയില്ല. പ്രകൃതിയെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രകൃതിയെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. യുദ്ധങ്ങൾ ക്ഷാമങ്ങളേറിടുമ്പോൾ ഭയപ്പെടേണ്ടതുണ്ടോ? യുദ്ധങ്ങൾ ക്ഷാമങ്ങളേറിടുമ്പോൾ ഭയപ്പെടേണ്ടതുണ്ടോ? കാഹളം ധ്വനിക്കും വാനിൽ മണവാളൻ വന്നിടും, കാഹളം ധ്വനിക്കും വാനിൽ മണവാളൻ വന്നിടും. വിശുദ്ധിയോടൊരുങ്ങി നിൽക്കാം, വിശുദ്ധിയോടൊരുങ്ങി നിൽക്കാം. പ്രകൃതിയെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രകൃതിയെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. ലോകക്ലേശങ്ങളേറിടുമ്പോൾ സാരമില്ലെന്നിടുക. ഈ ലോകക്ലേശങ്ങളേറിടുമ്പോൾ സാരമില്ലെന്നിടുക. നിത്യസന്തോഷം എത്രയോ ശ്രേഷ്ഠം, നിത്യസന്തോഷം എത്രയോ ശ്രേഷ്ഠം. നിത്യമായെന്നു വാണിടും,
നിത്യമായങ്ങു വാണിടും. പ്രാക്കേലെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രാക്കേലെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. വീണ്ടെടുക്കപ്പെട്ട നാം പാടിടും മൃത്യുവിജയമെവിടെ. വീണ്ടെടുക്കപ്പെട്ട നാം പാടിടും മൃത്യുവിജയമെവിടെ. യുഗായുഗമായി നാം പ്രിയൻ കൂടണം. യുഗായുഗമായി നാം പ്രിയൻ കൂടണം. തേജസ്സിൽ വാസം ചെയ്തിടും. തേജസ്സിൽ വാസം ചെയ്തിടും. പ്രാക്കേലെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രാക്കേലെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ. പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ. പ്രാണപ്രിയൻ വരുന്നു. പ്രാണപ്രിയൻ വരുന്നു. പ്രാക്കേലെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രാക്കേലെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. പ്രാക്കേലെ പോലെ നാം പറന്നൊരു ദിവസം പോകും. ആ പ്രിയൻ മുഖം കാണും. അവനോട് നിത്യമായി വാഴും. ആ പ്രത്യാശയിൽ നമുക്ക് തുറന്നുവായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവഭൃത്യന്മാർക്കും കർത്താവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എല്ലാവരും ക്ഷേമത്തോടെ കർത്താവ് അവിടവിടങ്ങളായി പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ അപ്പോസ്തലൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ദൈവഭൃത്യനാണ്. പാസ്റ്റർ ജേക്കബ് ജോൺ അങ്കിളാണ് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പഞ്ചാബിൽ പത്താൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്താവിന്റെ വയൽ പ്രദേശത്ത് 50-ൽ പരം വർഷങ്ങളായി ആമേൻ ഹല്ലേലൂയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവഭൃത്യനാണ്. ആമേൻ ഹല്ലേലൂയ. തന്റെ ചെറുപ്പകാലത്ത് തന്നെ ബൈബിൾ കോളേജ് പഠനത്തിന് ശേഷം കാശ്മീരിൽ ക്യാപ്റ്റൻ സാമുവൽ എന്ന ദൈവദാസനുമായി ചേർന്ന് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ അവിടെ സുവിശേഷത്തിന്റെ ആമേൻ ഹല്ലേലൂയ അനേക ഇടങ്ങളിൽ അറിയിക്കുവാൻ ഒരുമിച്ച് അവിടെ പ്രവർത്തിക്കുവാൻ ഇടയായി. അതിനുശേഷം 70കളില് ആമേൻ പത്താൻകോട്ട് എന്ന സ്ഥലത്തേക്ക് പഞ്ചാബിൽ വന്ന് ദൈവപ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും അനേകം സഭകൾ സ്ഥാപിക്കുവാനും അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാനും എല്ലാം ആമേൻ ഹല്ലേലൂയ കർത്താവ് ഈ ദൈവഭൃത്യനെ ആമേൻ ബലം നൽകി കർത്താവ് ആമേൻ അഭിഷേകം ചെയ്ത് അവിടെ നിർത്തിയിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. IPCയുടെ വിവിധ ചുമതലകൾ വഹിക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ അതിനോടൊപ്പം ശക്തമായ സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് ദൈവഭൃത്യനെ ഇടയാക്കി. ആമേൻ 2 പ്രാവശ്യം ഭാരത പ്രയർ ടൂർ നടത്തുവാൻ ആമേൻ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി പ്രാർത്ഥിക്കുവാനൊക്കെയും ആമേൻ വിവിധ ഇടങ്ങളിൽ ദൈവമക്കളെ കണ്ട് അവരോട് ഒന്നിച്ച് പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആമേൻ ഹല്ലേലൂയ പാസ്റ്റർ ജേക്കബ് ജോണിനെ കർത്താവ് സഹായിച്ചു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. IPC കുമ്പനാടിന്റെ ചില ചുമതലകളും അതിനിടയിൽ വഹിക്കുവാനിടയായി. ആരും ചെയ്യാത്ത ചില ദൈവപ്രവർത്തികൾ ആമേൻ അതായത് IPCയുടെ കെട്ടിട നിർമ്മാണത്തിനായി തന്റെ പിതൃസ്വത്ത് വരെയും വിട്ടുകൊടുക്കുവാൻ തയ്യാറായ ഒരു ദൈവഭൃത്യനാണ് ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. നമുക്കറിയാം 70കളിലും 80കളിലും ഇന്നത്തെ ആധുനിക സജ്ജീകരണങ്ങൾ ഒന്നുമില്ലാത്ത സമയത്ത് ആമേൻ ഒരു ഫോൺ കോൾ പോലും ചെയ്യാൻ പറ്റാത്ത സമയത്ത് തന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ആമേൻ കർത്താവിന്റെ വയൽ പ്രദേശത്ത് ആമേൻ ജീവിതത്തെ കൊടുക്കുവാൻ തയ്യാറായി. ആമേൻ ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവഭൃത്യനാണ്. എനിക്ക് നിശ്ചയമായിട്ടും
അറിയാം, തുടർന്നുള്ള 45 മിനിറ്റുകൾ ഒരിക്കലും ഒരു തന്റെ 50 വർഷത്തെ ആമേൻ അനുഭവ സമ്പത്തുകൾ പറയുവാൻ ആമേൻ തികയത്തില്ല. എന്നാലും ആമേൻ ഹല്ലേലൂയ തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിശ്ചയമായും ഈ ദൈവഭൃത്യന്മാർ ഈ വിവിധ സ്റ്റേറ്റുകളിൽ, പഞ്ചാബിലും കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ ഇത്രയും ശക്തമായി പ്രയോജനപ്പെടുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മുടെ പിതാക്കന്മാർ അവിടെയൊക്കെ വിതച്ച വിത്തുകളുടെ മേലാണ് ആമേൻ ഹല്ലേലൂയ ഇപ്പം അവിടങ്ങളിലായി ചില ദൈവപ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ ഇന്ന് പൽക്കാലം സകല മാനവും മഹത്വവും കർത്താവിന് നൽകുന്നു. എനിക്ക് നിശ്ചയമായിട്ടും അറിയാം, ഇവിടെ ഇരിക്കുന്ന പല ദൈവഭൃത്യന്മാർക്കും ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയ ഉത്സാഹവും ആമേൻ വലിയ ധൈര്യവും ആമേൻ പകരുന്ന ഒരു ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ് ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് നമ്മളോടൊപ്പം സാധാരണ നമ്മുടെ മീറ്റിങ്ങിന് കടന്നു വരാത്ത പല ദൈവദാസന്മാരും ദൈവദാസിമാരും ഉണ്ട്. അവരെല്ലാം ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. അവരെല്ലാം ഇന്നത്തെ മീറ്റിംഗ് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായി തീരുവാനിടയാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ പാസ്റ്റർ ജേക്കബ് ജോണിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവനാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്നെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ വിധിദാസി സിസ്റ്റർ ഷേർലി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്റെ ദാസിൽ കൂടെ എന്നെ കുറിച്ച് പല കാര്യങ്ങൾ പറയുവാനിടയായല്ലോ. ദൈവം തന്റെ ദാസിയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാല് മിറക്കിൾസ് ആൻഡ് ഓഫ് ജീസസ് സൂം മീറ്റിംഗിൽ ഇന്ന് ജോയിൻ ചെയ്യുവാൻ തക്കോണം പാസ്റ്റർ മാത്യു ഉമ്മനും പാസ്റ്റർ ജോസഫ് പാലം മറ്റും കാണിച്ചതായ ആ ഉത്സാഹത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യുവാനാണ് ഇന്നെനിക്ക് സമയം തന്നിരിക്കുന്നത്. ലഭിച്ചിരിക്കുന്ന ആ സമയത്തിനുള്ളിൽ എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വിശേഷാൽ അമേരിക്കയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാ കർത്തദാസന്മാരെയും എല്ലാ ദൈവജനങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്നേക്ക് 24 വർഷം മുമ്പേ അഞ്ചിരത്താനത്ത് പൂവക്കാല ഭവനത്തിൽ ജനിക്കുന്ന ആ സന്ദർഭത്തിൽ എൻ്റെ അമ്മ ടൈഫോയിഡ് രോഗിയായി തീരുവാനിടയായി. മരണത്തോട് മല്ലടിക്കുന്നതായ എൻ്റെ അമ്മ മരണത്തോട് മല്ലടിക്കായിരുന്നു. എൻ്റെ അമ്മ ടൈഫോയിഡായി രോഗിയായിരിക്കുമ്പോൾ ഞാനും രോഗത്തിലായി തീരുവാനിടയായി. മകനും അമ്മയും മരിച്ചു പോകുന്നതാണ് എല്ലാവരും പറ്റി. എൻ്റെ അമ്മയ്ക്ക് ബോധമില്ലാതെ ദീർഘ നാളുകൾ കിടക്കയിലായി ഇടയായി. അതിനു ശേഷം കർത്താവിന്റെ വിധിദാസന്മാർ പലരും അവിടെ കടന്നു വന്ന ആ കാലങ്ങളിൽ വിശ്വാസത്തിൽ വന്നവർക്കൊന്നും മരുന്നെടുക്കാറില്ല. കർത്തദാസന്മാരായ പാസ്റ്റർ ടി.ജി. അച്ഛനെ മിഷന്മാരായിട്ട് വന്നായ പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. അതേ സമയത്ത് തന്നെ എൻ്റെ അമ്മയുടെ ടൈഫോയിഡ് രോഗം മാറുവാനെ അങ്ങനെ എൻ്റെ അമ്മ പൂർണ്ണ സൗഖ്യമുള്ളവളായി തീരുവാനിടയായി. അങ്ങനെ ഒരു അത്ഭുതമായി ഞാനും ആ രോഗത്തിൽ നിന്നും വിടുതൽ പ്രാപിപ്പാന് ഒരു അത്ഭുത ബാലകനായി ദൈവനെ ചെറുപ്രായത്തിൽ നടത്തുവാനായിട്ട് ഇടയായി. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഞാൻ ജനിച്ച് ഏകദേശം 5ാമത്തെ വയസ്സിലെ എല്ലാ വർഷവും എൻ്റെ മാതാപിതാക്കന്മാർ കുമ്മനാട്ട് കൺവെൻഷന് പോകാറുണ്ട്. എന്നെയും ചെറുബാലകനായിരിക്കുമ്പോൾ കൊണ്ട് ഏകദേശം 5 വയസ്സ് പ്രായം മാത്രം കാണും. അങ്ങനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഞാൻ കൺവെൻഷൻ ഇരിക്കുന്ന വേളയിൽ ശനിയാഴ്ച പകലിൽ നടക്കുന്ന മിഷണറി മീറ്റിംഗിലെ പാസ്റ്റർ PM ഫിലിപ്പ് സുവിശേഷ വേലയ്ക്ക് ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്നുള്ള വചനം പ്രഘോഷിപ്പാനായിട്ടിടയായി. അദ്ദേഹം പ്രഘോഷിക്കുന്ന സന്ദർഭത്തില് ആരുണ്ട് ഉത്തരേന്ത്യയിലേക്ക് പോകുവാനുള്ള ചോദ്യത്തില് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിപ്പാനിടയായി. അങ്ങനെയുള്ളവർ മുമ്പോട്ട് വരാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ ഒരു കുഞ്ഞു ബാലകനായി 5 വയസ്സ് പോലും ഇല്ല കുഞ്ഞു ബാലകനായിരിക്കുന്ന ഞാന് മുമ്പോട്ട് ഓടിച്ചെല്ലുവാനും എനിക്ക് വേണ്ടി കർത്തദാസന്മാരായ പാസ്റ്റർ PM ഫിലിപ്പ്, പാസ്റ്റർ ടി.ജി. അച്ഛൻ, പാസ്റ്റർ K. അബ്രഹാം, പാസ്റ്റർ C.K. ദാനിയേൽ, അതുപോലെ പിതാക്കന്മാരെ എല്ലാവരും കൈവച്ച് ഒരു വലിയ മിഷനറി ആയി തീരുവാൻ തക്കോണം എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാനായിട്ട്. അത് ഒരു കുഞ്ഞു ബാലകനായിരിക്കുമ്പോഴാണ് ആ കാര്യം നടപ്പാനായിട്ടിടയായത്. ഞാൻ ഒരു നാളും ചിന്തിച്ച എൻ്റെ വിദ്യാഭ്യാസത്തിലുള്ള ബന്ധത്തില് ഞാൻ UP സ്കൂളിൽ പഠിക്കുന്ന ആ സന്ദർഭത്തില് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിപ്പാനായിട്ടിടയായി. ഞങ്ങളെ സ്കൂളിൽ നിന്നും വള്ളത്തിൽ യാത്ര ചെയ്യാനായിട്ട് പോയി. യാത്ര ചെയ്യുന്ന വേളയിലെ വള്ളം മറിഞ്ഞു. മറ്റുള്ള കുട്ടികൾക്കൊക്കെ നീന്തൽ അറിയാമായിരുന്നു, എനിക്ക് നീന്തൽ അറിയത്തില്ല. ഞാൻ വെള്ളത്തിൽ മുങ്ങി 3ാമത്തെ പ്രാവശ്യം എൻ്റെ ഒരു സ്നേഹിതൻ കാണുകയും എന്നെ പൊങ്ങി വന്ന എന്നെ ആ വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റുവാനിടയെ. അങ്ങനെ
മോശെ എപ്രകാരം വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റിയോ അതേ പ്രകാരം തന്നെ എന്നെ വെള്ളത്തിൽ ഞാൻ താണു പോകാവുന്ന സന്ദർഭത്തിൽ അത്ഭുതകരമായി എന്നെ ആ വെള്ളത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി രക്ഷിച്ച് അങ്ങനെ ഞാൻ തുടർന്ന് എൻ്റെ വിദ്യാഭ്യാസം ചെയ്യുവാനിടയായി. എൻ്റെ കോളേജ് വിദ്യാഭ്യാസ സമയത്ത് ഞാൻ ദൈവ വഴികളെ വിട്ട് ഞാൻ ദൈവം സമർപ്പിച്ച കാര്യങ്ങളും ദൈവം എന്നെ നടത്തിയ വഴികളൊന്നും ചിന്തിക്കാതെ ഞാൻ പൊളിറ്റിക്സിലേക്ക് ഇടപെടുവാനായിട്ടിടയായി. അങ്ങനെ പൊളിറ്റിക്സിന് വേണ്ടി യാത്ര ചെയ്യുന്നവരെ ആലപ്പുഴയിലൂടെ നടക്കുന്ന ഒരു റാലിയിൽ ഞാനും പങ്കുകൊണ്ട് പോകുന്ന ആ വേളയിൽ എന്റെ മാതാപിതാക്കന്മാരെ ആഞ്ഞിട്ടാത്തുള്ള IPC സഭയിൽ ആരാധിക്കുകയാണ്. എന്നാൽ അവർ ആത്മാവിൽ ആരാധിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പോകുന്ന ആ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങളുടെ പാസ്റ്ററും എൻ്റെ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാരെല്ലാവരും വാവിട്ട് പൊട്ടിക്കരയുവാനിട്ടിടയായി. അന്ന് ഈവനിങ്ങിലെ ആ ട്രക്കിൽ നിന്ന് ഞാൻ താഴെ ഓടി വീഴുവാനിട്ട് ബോധമില്ലാത്തവനായി കിടന്നു. എൻ്റെ സ്നേഹിതന്മാരെന്നെ പൊക്കിയെടുത്ത് എന്നെ വീട്ടിൽ കൊണ്ടുവരുവാനിട്ടിടയായി. ദൈവം അങ്ങനെയും എന്നെ വലിയൊരു മരണത്തിൽ നിന്നും ദൈവം പിടിപ്പാനിട്ടിടയായി. അങ്ങനെ ദൈവം എനിക്ക് ആയുസ് തരുവാനിട്ട് എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് മധ്യത്തിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനിട്ടിടയായി. 1970 മാർച്ച് 7-ാം തീയതിയാണ് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവ് നേടിയായത്. അപ്പോഴേക്ക് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിക്കുവാനായിട്ട്, കർത്താവേ, ഞാൻ നിന്നെ സ്വന്തം നീ ഭാവിയായിരുന്നു എന്നെ നീ രക്ഷിച്ചല്ലോ, ആകയാൽ നീ നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ദിവസം ഞങ്ങളുടെ വസ്തുവിലുള്ളായ ഞങ്ങളുടെ കോടത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്തെ ഞാനും എൻ്റെ സ്നേഹിതൻ ഇപ്പോൾ ഹൂസ്റ്റണിലുള്ളായ ബാബു എന്ന് പറയും, അദ്ദേഹവും ഞങ്ങൾ ഒന്നു ചേർന്ന് അല്പനേരം കപ്പക്കാലായിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കോളേജിൽ നിന്ന് വന്നിരുന്ന് ഞാൻ കോളേജിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായ ഒരു വലിയൊരു ഷക്കാന എന്റെ മേലെ ഇറങ്ങി വരുവാനും ഞാൻ ആത്മാവിൽ നിറഞ്ഞ്, ആരും കൊട്ടിപ്പാടി ഉത്സാഹിപ്പാനില്ല, പാട്ടുപാടി സഹായിപ്പാനില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളൂ. ഞങ്ങൾ ഇരുവരും ആത്മാവിൽ നിറഞ്ഞ് കപ്പക്കാലായി നൃത്തം ചെയ്യുവാനായിട്ട് ഏകദേശം 3 മണിക്കൂറോളം ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്തു. വലിയൊരു ആത്മാവിന്റെ അഭിഷേകം എന്നിലേക്കും ബാബിലേക്കും ഉണ്ടാകുവാനിടയായി. ഏകദേശം 3 മണിക്കൂറിന് ശേഷം ഞാൻ കണ്ണു തുറക്കുന്ന വേളയിൽ ഞാൻ നോക്കുമ്പോൾ ചുറ്റുപാട് നിൽക്കുന്ന വലിയൊരു കൂട്ടമുണ്ട്. എൻ്റെ മാതാപിതാക്കന്മാരുടെ എൻ്റെ സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, എൻ്റെ ചാച്ചയപ്പെട്ടവര് എല്ലാവരും ഉണ്ട്. ഞാൻ ആത്മാവിൽ തന്നെ അന്യഭാഷ സംസാരിക്കുന്നുണ്ട്. അവർക്കൊരു അത്ഭുതമായി തീരുവാൻ അവരെല്ലാം പൊട്ടിക്കരയുന്ന കാഴ്ച കാണുവാനിടയെ അന്ന് ആത്മാവിഷയം പ്രാപിച്ചവനായി ഞാൻ ഇറങ്ങി അവിടെ ആഞ്ഞിൽത്താഴത്ത് നടന്ന ഹോളിൽ പ്രാർത്ഥന നടന്നൊരുക്കി അവിടെ ചെല്ലുവാനും അവിടെയുള്ള പ്രിയപ്പെട്ട പല ആത്മാവിഷയ കാലങ്ങളിൽ ഏകദേശം 25 പേരോളം സ്നാനപ്പെട്ട ദൈവസഭയോട് ചേരുവാനിടയെ അന്ന് പാസ്റ്റർ TC ജോർജ് പെരുമ്പട്ടിയാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. ആ കത്തദാസനെയും കുടുംബത്തെ ഈ തരണത്തെ ഞാൻ സ്മരിക്കുന്നു. 1970 എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം എനിക്ക് കർത്താവ് ലീഡ് ചെയ്യുവാനായിട്ട് ഈ ബൈബിൾ കോളേജ് പഠിക്കുവാൻ അങ്ങനെ ഞാൻ 1 വർഷം ഹെബ്രോൻ ബൈബിൾ കോളേജ് കുമ്മനാട് പോയി ദൈവം എന്നെ സഹായിച്ചു. അവിടുന്ന് സെഷൻ ദൈവം എനിക്ക് സത്യനേഷ്യ ബൈബിൾ കോളേജ് ബാംഗ്ലൂരിൽ പോയി 1 വർഷം പഠിപ്പാൻ എനിക്ക് കർത്താവ് സഹായിച്ചു. എൻ്റെ കൂടെ പഠിച്ചവരാണ് ഡോക്ടർ D മോഹൻ, പാസ്റ്റർ കോശി വൈദ്യൻ, പാസ്റ്റർ TP വർഗീസ്, ഇതോടുകൂടി അനേക പൂർവ്വ വിദ്യാർത്ഥികളെ ഞാൻ സ്മരിക്കുന്നു. അവരെ അങ്ങനെ അവിടെ പഠിക്കുവാന് അവളുള്ള പഠനം എനിക്ക് വലിയ അനുഗ്രഹമായി തീരുവാനിടയായി. എന്നാൽ ഭൗതികമായ വിഷയത്തോടുള്ള ഞാനൊരു പേയിങ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് പണം കൊടുക്കുവാന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് 1972 എഡ്വൺ ബൈബിൾ കോളേജിൽ ഞാൻ ദൈവജനം ബാക്കി പഠിക്കുവാനും അങ്ങനെ ദൈവജനം പഠിച്ച ശേഷം പൂർത്തിയാക്കിയ ശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പ്രത്യേകമായ ഒരു നിയോഗം എനിക്ക് ഉണ്ടാകുവാനിടയായി. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഞാൻ കപ്പക്കാലായിരുന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവം എനിക്കൊരു വലിയ ദർശനം തരുവാനായി എന്നെ ഹിന്ദിക്കാരുടെ ഇടയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ട് ഇടയായത്. ദൈവം തന്ന കാഴ്ച ഞാൻ അപ്പോൾ കർത്താവ് എനിക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ, എനിക്ക് എങ്ങനെ സംസാരിക്കാനായിട്ട് കഴിയും? അപ്പൊ എന്നോട് ദൈവം പറഞ്ഞ വിക്കനായ മോശയെ അവരുടെ നാവോടുകൂടി ഞാൻ ഇരുന്ന പോലെ ഞാൻ നിന്റെ നാവോടുകൂടി ഇരിക്കും. അങ്ങനെ ദൈവം എന്നെ നാവോടുകൂടി ഇരുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായി. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പാസ്റ്റർ PG വർഗീസ് അപ്പോൾ ബെറ്ററിലെ ജോലി വിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളുടെ ഡൂൺ ബൈബിൾ കോളേജിലേക്ക് വിളിപ്പാനിടയായി. അവിടെ കോളേജിലുള്ള ഞങ്ങളുടെ പ്രിൻസിപ്പാളിനെ വിളിച്ച് പറഞ്ഞു താല്പര്യമുള്ള സ്റ്റുഡൻസിനെ അയച്ചാൽ ഞങ്ങളുടെ കൂടെ ഈ വെക്കേഷൻ വന്ന പ്രവർത്തിക്കും. അങ്ങനെ അദ്ദേഹത്തിലൂടെ 3 മാസത്തോളം പ്രവർത്തിപ്പാനിടയായി. അദ്ദേഹത്തോടും കൂടി അതുകൂടെ ക്യാപ്റ്റൻ A ശ്യാമലിനെ ആ സന്ദർഭത്തില് RS പുരയിൽ വെച്ച് പാസ്റ്റർ PM ജോസഫ് നടത്തുന്ന
കൺവെൻഷനിൽ പരിചയപ്പെടുവാനായിട്ട് കർത്താവ് സഹായിച്ചു. എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 1976 ഞാനും പാസ്റ്റർ ജോൺ രാജൻ, അദ്ദേഹം എൻ്റെ കൂടെ ഡെറാൻ യൂണിയനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇരുവരും ജമ്മു കാശ്മീരിലെ വേലയ്ക്ക് വേണ്ടി വരുവാനായിട്ട് ക്യാപ്റ്റൻ ശാമോനെ വിളിക്കുകയും അങ്ങനെ 1970 മെയ് 2 ഞങ്ങൾ കോളേജിൽ നിന്ന് തിരിച്ച് ക്യാപ്റ്റൻ ശാമോനെ ഉദംബരി വന്ന് കാണുവാനും അദ്ദേഹം ഞങ്ങളെ പ്രാർത്ഥിച്ച് അക്കനൂരിലേക്ക് അയക്കുവാനായിട്ട് അക്കനൂരിലെ പാസ്റ്റർ കുരുള എബ്രഹാമാണ് അദ്ദേഹം ഞങ്ങളെ കൊണ്ടുവന്ന് ഒരു പുതിയ സ്ഥലമായി പഞ്ചാബിന്റെ ജമ്മു കാശ്മീരിന്റെ ബോർഡറും പഞ്ചാബിലെ പ്രവർത്തന സ്ഥലമായ പത്താൻകോട്ടിൽ കൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിച്ച് ആക്കുവാനായിട്ട് ഇടയായി. അന്ന് വാടകയായിട്ട് നമുക്ക് 45 രൂപ മാത്രമേ ഉള്ളായിരുന്നു. അന്ന് മിഷൻ ബോർഡിൽ നിന്ന് പാസ്റ്റർ PM ഫിലിപ്പ് 50 രൂപ അയക്കുമായിരുന്നു. ബാക്കി 5 രൂപ കൊണ്ട് 45 രൂപ, ബാക്കി 5 രൂപ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കഴിക്കണമായിരുന്നു. ആ കാലങ്ങളിൽ ഞങ്ങൾക്ക് ഒരു സൈക്കിളില്ല, ഒരു സ്കൂട്ടർ ഇല്ല. നടന്നാണ് സുശേഷ വേല ചെയ്യുവാൻ കർത്താവെ ഇടയായത്. അങ്ങനെ പ്രവർത്തിക്കുന്ന വലിയ ആ സന്ദർഭങ്ങളില് ഞങ്ങൾ രാവിലെ തോറും സുശേഷ പ്രതികൾ കൊടുക്കും. എന്നാൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഏകദേശം 3 ദിവസത്തോളം ആഹാരമില്ലാതെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാനിടയായി. അപ്പൊ ആഹാരമില്ലാതെ ഞാൻ രാവിലെ രാജനോട് പറഞ്ഞു, രാജാ ഞാന് ലഘുലകൾ കൊടുക്കാൻ പോവുകയാണ്, വെള്ളം കുടിച്ചുകൊണ്ട് പോയി തിരികെ വരുമ്പോൾ ഒന്ന് കഴിക്കാൻ പറ്റും കിട്ടുമെന്ന് അറിയത്തില്ല. അന്ന് ആ കാലത്ത് ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ലായിരുന്നു. എന്നാൽ തിരികെ വരുമ്പോൾ എന്നോട് പാസ്റ്റർ രാജൻ പറഞ്ഞു, ചായ ഇന്ന് നമുക്കൊരു അത്ഭുത ദൈവം പ്രവർത്തിച്ചു. എലി കൊണ്ട് അടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഒരു 100 രൂപ ഇട്ടിട്ടുണ്ട്, ഒരു കറുത്ത എലിയാണ് ഇട്ടിട്ടുണ്ട്, അതെന്നെ കാണിപ്പാനിടയായി. ഞങ്ങളെ അടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചു, നിങ്ങളെ 100 രൂപ വല്ലതും നഷ്ടപ്പെട്ടു പോയി? ചിലർ പറഞ്ഞു ഞങ്ങളുടെ 5 രൂപ പോയി, 2 രൂപ പോയി, 10 രൂപ പോയി, ആരും 100 രൂപയ്ക്ക് വന്നില്ല. ഏലിയാവിനെ ദൈവം കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച പോലെ ആ കാലങ്ങളിൽ ഇന്നേക്ക് 50 വർഷത്തിന് മുമ്പേ ദൈവം ഞങ്ങൾക്ക് അത്ഭുതകരമായി 50 രൂപ 100 രൂപ തരുവാനും ആ 100 രൂപ കൊണ്ട് ആഹാരം വാങ്ങിപ്പാനും അത് ഭക്ഷിപ്പാനും ബാക്കി കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒരു കിൽറ്റ് പണിയുവാനൊക്കെ ഉണ്ടാക്കുവാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ സന്ദർഭങ്ങളിലാണ് ക്യാപ്റ്റൻ ശാമോനും TS എബ്രഹാമും ഞങ്ങളെ വിസിറ്റ് ചെയ്യുവാൻ ദൈവത്തിന്റെ അത്ഭുതമേറിയ വഴികളെ കണ്ട് ഞങ്ങൾക്ക് ലഭിച്ച അവരെ ദൈവത്തെ ഞങ്ങളോട് സ്തുതിക്കുവാനും ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ആഹാരം അവർ സന്തോഷത്തോട് കഴിച്ച് ഞങ്ങളോട് രാപാർക്കുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാനിടയായി. ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കും. ഞങ്ങൾ വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത്. ആ താമസിക്കുന്ന വീട്ടിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിപ്പാനായിട്ട് ഇടയായി. ആദ്യമൊന്നും അവർക്കൊന്നും ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. എന്നാൽ അവിടെയുള്ള ഞങ്ങളെ അറിയാവുന്നവർ ഇപ്പോഴും ഉണ്ട്, ജീവിച്ചിരിക്കുന്നവർ പലരും ഉണ്ട്. അവർക്ക് വലിയൊരു എരുമ ഉണ്ടായിരുന്നു. ആ എരുമ കിട്ടുന്ന പാല് കൊണ്ടാണ് ആ വീടിന്റെ ചെലവുകൾ നടന്നു പോയിക്കിടുന്നത്. അത് അതിനാളായില്ല ആ എരുമ പ്രസവിച്ചിട്ട് നല്ല പാല് കിട്ടും. അങ്ങനെ ആൾക്കാർ വന്ന് പോകുമായിരുന്നു. എന്നാൽ ഒരു മഴ സമയമാണ്. ഈ എരുമ അഴിച്ചുവിട്ട് പുല്ല് തിറ്റാനായിട്ട് അഴിച്ചുവിട്ടു. പോയ വഴിയിലെ കറണ്ടിന്റെ കമ്പി താഴെ വീണ് പൊട്ടിക്കിടന്ന് അത് ഷോക്ക് അടിക്കുവാനായിട്ട് ഇടയായി. ആ ഷോക്ക് അടിച്ചതിന് ഫലമായി ആ എരുമ അവിടെ ചത്തുപോയി. അവർ ഓടി വന്ന് അവരുടെ മോളും തള്ളയും എന്നോട് ഓടി വന്ന് പറഞ്ഞു, പതിന് സാബ് അമാരാ ഭയം ചലേഗയാ, ഞങ്ങളുടെ എരുമ ചത്തുപോയി എന്ന് അവർ നിലവിളിപ്പാനിടയായി. ഞങ്ങൾ ദുഃഖിക്കുവാൻ തുടങ്ങി. കർത്താവെ ഞങ്ങളിവിടെ പാർപ്പിച്ചു, ഞങ്ങൾ വളരെ അനുഭവമായിരിക്കുന്ന ഈ കുടുംബം, കർത്താവെ ഇങ്ങനെ സംഭവിച്ചല്ലോ, ആ എരുമയെ നിനക്ക് ജീവിപ്പാൻ കഴിയുമെന്ന് പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ചത്തുപോയ എരുമ എഴുന്നേറ്റ് വരുവാനും അത് അവിടെയും അവിടെയുള്ള ചുറ്റുപാടുള്ള ഒരു അത്ഭുത വിഷയമായി തീരുവാനിടയായി. ബാക്കിയുള്ള ആ കാലങ്ങളിൽ ഞങ്ങൾക്ക് വരുന്ന ദൈവം മക്കൾക്ക് കർത്തദാസന്മാർക്കെല്ലാം പ്രിയപ്പെട്ടവരാണ്. സഭായോഗത്തിന് പോലും വരുന്നവർക്കെല്ലാം മതലം അവരെ ചായ ഒക്കെ ഫ്രീ ആയി ഉണ്ടാക്കുവാനിടയായി. നമ്മുടെ ദൈവം എത്ര അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന് മനുഷ്യരെ മാത്രമല്ല മൃഗത്തെ പോലും ജീവിപ്പാൻ കഴിയുമെന്ന് അങ്ങ് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഞാൻ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ഇടയായി. അങ്ങനെ ആ പ്രദേശങ്ങൾ വലിയൊരു പ്രവർത്തനം ഉണ്ടാകുവാനായി നമ്മുടെ പ്രവർത്തനത്തിന്റെ മധ്യത്തിൽ ആദ്യമേ നമുക്ക് വാടക വീട്ടിൽ താമസിക്കുകയാണ്. ഏകദേശം 5 പേരോളം 6ാമത്തെ മാസത്തിൽ സ്നാനപ്പെട്ട് ദൈവസഭയോടെ ചേരുവാനിടയായി. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെറിയ റൂമിലാണ് ഞങ്ങൾ ആരാധിച്ചെങ്കിലും ആരാധന റൂമിൽ നിറഞ്ഞ്
പുറത്തേക്ക് ആൾക്കാർ വരുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ 1976 സെപ്റ്റംബറിൽ ഒരു കൺവെൻഷൻ നടത്തുവാനുള്ള വലിയ താല്പര്യം ഉണ്ടാകുവാനും ആ കൺവെൻഷനിൽ പാസ്റ്റർ ക്യാപ്റ്റൻ ശാമുവലും അദ്ദേഹം നമ്മുടെ കർത്താവിന് പാസ്റ്റർ കെ.സി. തോമസും ഡൽഹിയിൽ നിന്നും വരുവാനും വചനം ശിക്ഷിപ്പാനിടയായി. ആ കൺവെൻഷൻ നടക്കുന്ന ആ വേളയിൽ അവിടെയുള്ള നാട്ടുകാർ വലിയ ബഹളമുണ്ടാക്കി. ഇംഗ്ലീഷുകാരുടെ കാലത്ത് ഞങ്ങളുടെ ആൾക്കാരെ കൺവേർഷൻ ചെയ്ത പോലെ ഞങ്ങൾ കൺവേർഷൻ നടത്തുവാൻ അനുവദിക്കുക എന്ന് പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കി. ഏകദേശം 300 പരമുള്ള ചെറുപ്പക്കാരെ കുറുവഴികളും പിച്ചാത്തിയുമായിട്ടും ഒക്കെ വരുവാന്ന് പറഞ്ഞു നിർത്താം, ബന്ധുകരോ എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കുവാൻ ഇടയായി. അപ്പൊ എനിക്ക് ഇവിടുത്തെ ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല, മലയാളവും അല്പം ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ അവർ വലിയ ബഹളം ഉണ്ടാക്കി എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുന്ന വേളയിലെ ഞങ്ങൾ ചെറുപ്പക്കാരായ 3 പേരും ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരുവാനും ഞങ്ങളെ അടിക്കാൻ വന്നതായ ലീഡർഷിപ്പ് കൊടുത്തായ സിഖുകാരന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് മുമ്പോട്ട് ചെല്ലുന്നപ്പോൾ അവന്റെ തലപ്പാവ് വലിച്ചെറിഞ്ഞ് അവന്റെ ഷർട്ടുകളെല്ലാം കുർത്താപ്പഞ്ഞാമേൽ വലിച്ചു കയറി ഒരു ഭ്രാന്തനെ പോലെ തുള്ളിച്ചാടുവാൻ തുടങ്ങി. വന്നവരെല്ലാം പേടിച്ചുപോയി. എന്നിട്ട് അവരുണ്ടോ പതിനിസാം इसके प्रार्थന പാകലോകയാ, ഇവൻ ഭ്രാന്തനായി പോയി, ഇവന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ മനുഷ്യൻ സുബോധമുള്ളവനായി തീരുവാന് അങ്ങനെ അവരുടെ വലിയൊരു ഭയം ദൈവമായിക്കുവാനിടയെ. അങ്ങനെ ഞങ്ങളെ സഹായിപ്പാനായിട്ട് ദൈവമല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. ഭാഷ അറിയാൻ വയ്യാത്ത ഞങ്ങളെ ആ പഞ്ചാബിയുടെ ഇടയിൽ ആദ്യം അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ആ മനുഷ്യൻ നിന്നും അവന്റെ അടിയിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിക്കുവാനിടയായി. അന്ന് വൈകിട്ട് രാംജി ശർമ്മ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണന് കർത്താവ് അവൻ ഐറ്റിയ ജോലിയാണ്. കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകമായി സ്വീകരിപ്പാന് പിൽക്കാലങ്ങളിൽ സ്നാനപ്പെട്ട് ദൈവസഭയോടെ ചേരുവാൻ തക്കണം കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. 1978 ഏപ്രിൽ 20-ാം തീയതിയാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. ഓമിനി അന്ന് ഉദംപൂരിലെ ജോലിയാണ്, അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യുന്നു, ഗവൺമെന്റ് ജോലി ചെയ്യാണ്. അങ്ങനെ എൻ്റെ വിവാഹം നാട്ടിൽ വെച്ച് നടക്കുവാനായിട്ട് ഇടയായി. വിവാഹത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇവിടെ കടന്ന പ്രവർത്തനത്തിൽ വ്യാപൃതരായി തീരുവാനായിട്ട് ഇടയായി. അങ്ങനെ പ്രവർത്തിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഇവിടുന്ന് അടുത്തുള്ള ഒരു സ്ഥലമാണ് മാധവ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടുന്ന് ഏകദേശം 14 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ ഒരു പുതിയ ആളെ ദൈവഭാഗത്ത് വരുവാനും അദ്ദേഹത്തോട് സുവിശേഷം അറിയിപ്പാനായിട്ട് ഇടയായി. അദ്ദേഹം രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയ സഭയിൽ ആക്റ്റീവായി പ്രവർത്തിപ്പാനിടയായി. അദ്ദേഹം അവരുടെ വീട്ടിൽ ഒരു കൺവെൻഷൻ നടത്തുന്നു. ആ കാലം കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ 25, 30, 40, 50 പേര് പറഞ്ഞ വലിയൊരു അത്ഭുതമാണ്. അല്ല ഇന്നത്തെ പോലത്തെ 100 കണക്കിനോ 1000 കണക്കിനോ ആൾക്കാർ കൂടാനില്ല. അവിടെ അവരെ വിട്ടു നടന്ന ആ കൺവെൻഷനിലെ ദൈവം ഞാൻ പ്രഘോഷിപ്പാൻ ദൈവം സഹായിച്ചു. പാസ്റ്റർ ഫിലിപ്പ് ശാസ്ത്രിയാണ് നാട്ടിൽ നിന്ന് വരുവാനിടയായി. ജന്മജം പ്രഘോഷിച്ചു. എന്നാൽ പ്രഘോഷിച്ചോണ്ടിരിക്കുന്ന വേളയിൽ തുരിയ വലിയ കല്ലേറ് നടക്കുവാനായിട്ട് ഇടയായി. ആ കല്ലേറിൽ ദൈവത്തിനൊക്കെ പോയാൽ ഞങ്ങളുടെ മേൽ ആ കല്ല് വീണില്ല. അവിടെ ഇവിടെയുള്ള പലരുമേ കല്ല് വീണു. ലൈറ്റ് എല്ലാം അവർ തല്ലിപ്പൊട്ടിച്ചു. തുറന്ന് ശുശ്രൂഷിപ്പാൻ കഴിയാത്തവരായി ഞങ്ങൾ രക്ഷപ്പെടുകയാണെന്ന് ഞങ്ങൾ ചിന്തിച്ചെങ്കിലും ആ വീട്ടുകാരെ ഞങ്ങളെ പുറകിലൂടെ വാതിൽ കൂടെ വെട്ടവുമില്ല, ഒന്നുമില്ല, ഞങ്ങളെ അവിടുന്ന് ഇറക്കി വിടുവാനായിട്ട് ഇടയായി. അല്ലായിരുന്നു വലിയ ബഹളം ഉണ്ടാകുമായിരുന്നു. ആ വലിയ പ്രതിസന്ധിയിലെ ഞങ്ങൾ വെട്ടവുമില്ല, ലൈറ്റുമില്ലാതെ ഞങ്ങൾ നടന്ന് ഏകദേശം 14 കിലോമീറ്റർ നടന്ന് പത്താംകോട്ട് വരുവാനായിട്ട് ഇടയായി. അങ്ങനെ ദൈവം നടത്തുന്ന എതിരുടെ മധ്യത്തിൽ ദൈവം പ്രവർത്തിച്ചെങ്കിലും ദൈവം ആ പ്രദേശങ്ങളിലെല്ലാം ഇപ്പം നമുക്ക് നല്ല കൂടിവരവുണ്ട്. ഇന്ന് നമുക്ക് മാധവപുരിയില് 75 പേരോളം കൂടുന്ന ഒരു കൂട്ടായ്മ അവിടെ നടക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം. എതിരുകൾ എവിടെ ഉണ്ടെങ്കിലോ വെല്ലുവിളി അവിടെ ഉണ്ടെങ്കിലോ പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന ദൈവം പ്രവർത്തിക്കുന്നവനാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. 1981 എൻ്റെ മൂത്ത മോള് എനിക്ക് ജനിപ്പാനായിട്ട് ഇടയായി. അവളുടെ വിദ്യാഭ്യാസം ശേഷം ഇപ്പോൾ അവൾ ഭൂട്ടാൻ ബോർഡിൽ അവിടെ ഭർത്താവ് ബോബി മാത്യുമായി ശുശ്രൂഷയിലായിരിക്കുന്നത് ഞാൻ സന്തോഷിക്കുകയാണ്. രണ്ടാമത്തെ മോൻ 1984 സാം ജേക്കബ് ജനിപ്പാനിടയെ അവന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം 2011 അവൻ വിവാഹം കഴിച്ച് തന്റെ ഭാര്യയുമായി ഒന്നിച്ച് വിരുദ്ധലിപ്പായിലായിരിക്കുന്നത് ഞാൻ ദൈവത്തെ അവിടെ ആയിരിക്കുന്നു. അവിടുത്തെ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവരെയും ദൈവം അത്ഭുതകരമായി നടത്തുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. 1982 ഇവിടെ ഒരു ധാരാളം പേർ രക്ഷയിലേക്ക് വരുവാനും അവർക്ക് ദൈവജനം പഠിപ്പിക്കുവാനും അവരുടെ അവസരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ ഒരു ചെറിയ ബൈബിൾ സ്കൂള് ക്യാപ്റ്റൻ എ. ശാമുവിന്റെ നേതൃത്വത്തിൽ ആരംഭിപ്പാനായിട്ട് ഇടയായി. അങ്ങനെ ഇവിടെ ബൈബിൾ സ്കൂള് നടപ്പാനായിട്ട്
ആ ബൈബിൾ സ്കൂളിൽ ഏകദേശം 10-24 പേര് കൂടെ ആൾക്കാരിവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പാനിടയിൽ ആ കാലങ്ങളിൽ വിശ്വാസത്തിൽ ആരും ഇന്ന് നമ്മളെ സഹായിപ്പാനായിട്ടില്ല. ആ സന്ദർഭത്തില് നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് പഞ്ചാബില് 1984 നടക്കാനായിട്ടിടയായി. ആ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ ഒരു കട എല്ലാം അടച്ചിരിക്കുകയാണ്. റേഷൻ ഷോപ്പിൽ നിന്ന് നമുക്കൊന്നും ലഭിക്കത്തില്ല. ആഹാരമില്ലാതെ ഞങ്ങളിങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ചില ദിവസങ്ങളായി ആഹാരമില്ല. 10-24 കൂടെ പിള്ളേരും വയ്യോങ്ങനാൻ തുടങ്ങിയ അനേക കത്തദാസന്മാര് എന്നോടൊത്ത് താമസിച്ച് കുട്ടികളെ വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്കൊന്നും ആഹാരമൊന്നുമില്ല. എല്ലാം ഞങ്ങൾ സ്തോത്രം ചെയ്ത് വെള്ളം കുടിച്ചുകൊണ്ടാണ് ഞങ്ങൾ കൈക്കുഞ്ഞുങ്ങളുമായി അതുപോലെ എൻ്റെ കുടുംബവുമായി ഞങ്ങൾക്കൊന്നും പുറത്തു പോകുവാൻ കഴിയാത്തതായിരിക്കുന്ന വേളയിൽ ഒരു ട്രക്ക് വരുവാന് ആ ട്രക്കിലുള്ള ഡ്രൈവർ ഇറങ്ങിയിട്ട് ചോദിച്ചു, എന്നെ വിളിച്ചു. ഞാൻ പേടിച്ചു പോയി, എന്തിനാ അവര് വന്ന് നിൽക്കുന്നത്. ഇറങ്ങി ചെന്നപ്പോൾ ആ ട്രക്കിൽ നിന്നും ട്രക്ക് ഡ്രൈവറും അവിടെയുള്ള മറ്റുള്ളവരും ചേർന്ന് 2 ചാക്ക് സാധനങ്ങൾ താഴെ ഇറക്കുവാനിടയായി. അത് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ആഹാരമില്ലെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആഹാരത്തിനായിട്ട് അത് ഉപയോഗിക്കാനായിട്ടിടയായി. അതിനകത്ത് അരി ഉണ്ടായിരുന്നു, ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു, പഞ്ചസാര, ഉള്ളി, പച്ചക്കറികൾ ധാരാളം ഉണ്ടായിരുന്നു. എന്തെല്ലാം ആവശ്യമുണ്ടായിരുന്നോ അതെല്ലാം ആ 2 ചാക്കിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, കട ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനും കർഫ്യൂ മാറുന്നിടം വരെ ഞങ്ങൾക്ക് മാത്രമല്ല, സ്റ്റുഡൻസിന് മാത്രമല്ല, അയൽവക്കത്തുള്ള പല വിശ്വാസികൾക്ക് പോലും ആഹാര സാധനങ്ങൾ കൊടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ക്ഷാമകാലത്ത് ക്ഷമമായി പോറ്റുന്ന നമ്മുടെ ദൈവം എത്ര വലിയവനാകിയാൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ നടത്തുന്ന എല്ലാ വഴികൾക്കായി, പറഞ്ഞു തരാത്ത ദാനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വഴി എല്ലാം അടയുമ്പോൾ നല്ല പുതു വഴികളെ തുറക്കുന്ന ഒരു വലിയവനായ ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവം അത്ഭുതകരമായി കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഞങ്ങളെ നടത്തുവാനായിട്ടിടയായി. അതിലെ മധ്യത്തില് ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന വേളയില് ഞങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഹോൾ പഴയ ഹോൾ പണിതിരിക്കുന്ന സ്ഥലം ദൈവം ഞങ്ങൾക്ക് തരുവാനായിട്ട്, അത് 12 മള്ള സ്ഥലമാണ്, അത് തരുവാനായിട്ട്. അത് ഹോൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനടുത്തുള്ള സ്ഥലം മേടിക്കാത്തക്കണം ദൈവം വഴി തുറന്നു. അതിനൊരു സഹോദരനാണ് സഹായിച്ചത്. അങ്ങനെ ആ ഹോളും ആ 2 ഹോളും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെയും നിവൃത്തിയില്ലാതെ ഞങ്ങൾ ആരാധനയിൽ പല ഷിഫ്റ്റായി ആരാധനയിൽ പോരാടുവാനിടയായി. 1991 ദൈവം, ഞാൻ ഒരു വലിയ രോഗത്തിൽ കൂടെ കടന്നുപോയി. ആ രോഗം എന്ന് പറഞ്ഞാൽ അൾസർ രോഗിയാണ്. എനിക്ക് എരിയോ പുളിയോ അതുപോലെ ചായ ഒന്നും ഉപയോഗിക്കാൻ കഴിയത്തില്ല. വലിയ വിധമായ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടുവാനായിട്ടിടയായി. അതിന്റെ മധ്യത്തിൽ എന്തായി തീരുമെന്ന് വളരെ ഭാരപ്പെടുവാനായിട്ടിടയായി. അതിന്റെ മധ്യത്തിനോട് ദൈവാത്മാവേ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും ഉപസിക്കുവാൻ. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഉപസിപ്പാൻ കഴിയില്ല. എന്നാൽ കർത്താവിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. കർത്താവ് എന്നോട് പറഞ്ഞ പോലെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുവാനും ഉപസിക്കുവാനും തുടങ്ങി. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി മാറിപ്പോകുകയില്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവങ്ങളെയും ദൈവം നമുക്ക് വേണ്ടി എത്ര അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനിടയായി. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ ഇന്നും പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ പ്രാർത്ഥനയിൽ ദൈവം വലിയ ചെയ്യുവാനായിട്ടിടയായി. അതിന്റെ പ്രാർത്ഥനയുടെ ലാസ്റ്റ് ദിവസത്തേക്ക് വന്നപ്പോൾ എൻ്റെ കുടലിലുള്ള വലിയ വലിയ മുഴയായിരുന്നു, അൾസർ മുഴകളായിരുന്നു. അതെ, അതുകൊണ്ട് എനിക്ക് ആഹാരം വേണ്ടവണ്ണം കഴിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആ പ്രാർത്ഥനയില് 40 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ എന്നെ പൂർണ്ണമായി ദൈവം തൊട്ട് സൗഖ്യമാക്കുവാനിടയായി. ആ പ്രാർത്ഥന അനേക ദൈവദാസന്മാർ വന്ന് പങ്കുകൊള്ളുവാനായിട്ടിടയായി. ആ പ്രാർത്ഥന കൂട്ടമായി നിലവിളിക്കുവാൻ, തങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറയുവാനൊക്കെ ദൈവം ഇടയായി. രാജു പോകാൽ അന്ന് ബാങ്കിന്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വരുവാൻ, അതിന്റെ ബാങ്കിലെ ജോലി ഉപേക്ഷിപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചു. അതുപോലെ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്ത ഒരു സുഭാഷ് എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്. തന്റെ നല്ല ജോലിയെ താൻ ഉപേക്ഷിച്ച് കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കാൻ അനേക യുവതിയുവാക്കന്മാരെ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ടിടയായി. അങ്ങനെ സമർപ്പിച്ച വലിയൊരു മുമ്പോട്ട് ഒരു സഭാ ചാർജ് മാത്രം വച്ചുകൊണ്ടിരുന്ന ഞാന് ദൈവാത്മാവനോട് ഇടപെട്ടതിന്റെ ഫലമായി ആ സഭയുടെ ഉത്തരവാദിത്വം കുറച്ചു നാളത്തേക്ക് വിടുവാനുള്ള ആത്മീയ പ്രേരണ ദൈവം എനിക്ക് തരുവാനായിട്ടിടയായി. അങ്ങനെ ഞാൻ സഭാ ചാർജ് വിട്ട് പ്രവർത്തനത്തിൽ മുന്നേറുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ മുന്നേറുന്ന സന്ദർഭത്തിൽ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവത്തെ പ്രവർത്തികളെ പിന്നെയും കാണുവാൻ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. ഈ സഭയെ ആര് നയിക്കുന്ന ചിന്തിക്കുന്ന വേളയിൽ ഞങ്ങളുടെ കൂടെ ശുശ്രൂഷയിലായിരുന്ന
കർത്തദാസനായ CD സാമുവൽ മണി വൈദ്യസിനെ ഈ സഭയുടെ ശുശ്രൂഷ ഏൽപ്പിച്ച ശേഷം ഞാൻ വിവിധ ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലെ യാത്ര ചെയ്ത് പ്രാർത്ഥനകൾ നടത്തുവാനിടയായി. അങ്ങനെ ഞാൻ സഭ പ്രവർത്തനവും ഹോളെല്ലാം വിട്ട ശേഷം ഒരു പ്രേയർ ഹട്ട് പ്രാർത്ഥന കൂടിൽ വെച്ച് അവിടെ ചില ദിവസങ്ങളിൽ പാർക്കുവാനായിട്ടിടയായി. അതെന്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു ചെറിയൊരു പ്രാർത്ഥന കൂടിയിൽ പാർക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ വാടക വീട്ടിൽ എടുത്ത് അവിടെ താമസിച്ച് പാർക്കുവാൻ തക്കണം കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ആത്മനിർഭരയോടെ പോയി ശുശ്രൂഷിപ്പാൻ കർത്താവിനെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രമുണ്ട്. എൻ്റെ ഭാര്യയും തനിക്കുണ്ടായിരുന്ന ജോലി അതിന് ശേഷം വിടുവാൻ തക്കണം കർത്താവ് സഹായിച്ചു. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും, അവരെ എങ്ങനെ പഠിപ്പിക്കുമെന്നൊക്കെ ചിന്തിച്ചെങ്കിലും തക്ക സമയത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കുഞ്ഞുങ്ങളുടെ ജോലിയൊക്കെ അവർക്ക് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. മോടെ പഠന ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അവരിന്ന് ഭൂട്ടാനിൽ കർത്താവിന്റെ പേരിൽ അയക്കുന്നു. മോൻ ഇപ്പോൾ അമേരിക്കയിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി കരുന്ന ദൈവം. നമ്മൾ ചിന്തിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാരപ്പെടാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനുപരിയായി ദൈവം നടത്തുവാൻ സർവശക്തനായ ദൈവമാകിയാൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സഭാചാർജ് ഇല്ലാത്തവനായി, ഒരു ഡിസ്ട്രിക്റ്റിന്റെ ചുമതലയോ ഒരു പൊതു ശുശ്രൂഷയോ ഒന്നും ഇല്ലാത്തവനായി ജസ്റ്റ് പ്രാർത്ഥനയിൽ മാത്രം പോരാടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ IPC ജനറൽ കൗൺസിലിന്റെ തീരുമാനപ്രകാരം എനിക്ക് ഹിമാചൽ സ്റ്റേറ്റിന്റെ ചുമതല തരുവാനും അവിടെ പല സഭകൾ ഉളവാകുവാൻ കർത്താവ് സഹായിച്ചു. അതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വേളയിൽ 2013 മുതൽ 2019 വരെ സിസ്റ്റർ പറഞ്ഞതുപോലെ എനിക്ക് IPC ജനറൽ പ്രസിഡന്റായി തീരുവാത്തക്കാനുള്ള നിയോഗം ദൈവം എനിക്ക് തരുവാനായിട്ടിടയായി. ദൈവത്തിന്റെ പ്രവർത്തികൾക്കായി സ്തോത്രം. ഇത്ര വലിയൊരു പ്രസ്ഥാനത്തിന്റെ ലീഡറായി തീരുവാൻ ഞാൻ ഒരു നാളും ചിന്തിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. എന്നാൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കിടക്കുന്ന ആ വേളയിൽ എനിക്കൊരു വലിയ ദർശനമായി. ദാരിയാവേശ് 62 വയസ്സുള്ളവനായി രാജഭാരം ഏറ്റെടുത്തു. അതേ പ്രകാരം തന്നെ ആ വലിയ ഉത്തരവാദിത്തം, എൻ്റെ 62ാമത്തെ വയസ്സിലെ ഈ വലിയ ഉത്തരവാദിത്തം ദൈവം എനിക്ക് എല്ലാ സഭാചാർജ് ഇല്ല, ഡിസ്ട്രിക്ട് പാസ്റ്റർ സ്ഥാനമില്ല, ഒന്നുമില്ലാതിരിക്കുന്ന വേളയിൽ ദൈവം എനിക്ക് തരുവാനായിട്ട് ദൈവം ഇടയായി. അങ്ങനെ ഞാൻ 6.25 വർഷത്തോളം IPC ജനറൽ പ്രസിഡന്റായി കുമ്മനാട് താമസിക്കുന്ന ആള്. കുമ്മനാട് മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, വിശേഷാല് എൻ്റെ ശുശ്രൂഷ കാലത്ത് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലെ ഓരോ പ്രവർത്തനങ്ങൾ ഓരോരുത്തർക്ക് ഓരോ ചുമതലകൾ കൊടുത്ത് ഓരോ സ്റ്റേറ്റിന്റെ ചുമതലകൾ വഹിക്കുവാൻ തക്കണം ദൈവം. 28 സ്റ്റേറ്റിനും വേലകളുണ്ടാകുവാൻ തക്കണം ദൈവം ഇടയായി. ഞാൻ ദൈവത്തെ സ്തോത്ര. കാലങ്ങളിൽ സന്തോഷവും സമാധാനമായും വിശേഷാല് അവിടെ വരുന്ന കർത്തദാസന്മാർക്ക് മാത്രമായിരുന്നു ആഹാരം ഉണ്ടായിരുന്നെങ്കിലും, എന്നാൽ വരുന്ന സർവ്വജനത്തിനും ആഹാരം കൊടുക്കത്തക്കണം ദൈവം അത്ഭുതം പ്രവർത്തിപ്പാനടി. പല കാര്യങ്ങൾ അവിടെ ചെയ്യുവാൻ ദൈവനെ കൊണ്ട് സഹായിച്ചു. പുതിയ സ്ഥലങ്ങൾ വാങ്ങിക്കുന്ന കാര്യങ്ങളിൽ, നിങ്ങൾ പണിയുന്ന കാര്യങ്ങളിൽ വരുന്നവർക്കൊക്കെ അതുപോലെ ഉപവാസ പ്രാർത്ഥന കൺവെൻഷൻ ഞാൻ കയറിയ സന്ദർഭത്തിൽ തന്നെ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയോടുകൂടിയാണ്. അങ്ങനെ എല്ലാ വർഷവും ഉപവാസ പ്രാർത്ഥനയോടുകൂടി യോഗങ്ങൾ നടപ്പാനടി. ആ യോഗങ്ങളൊക്കെ അത് വലിയ ആത്മീയ ഉണർന്ന കാരണമായി തീരുവാൻ ദൈവം ഇടയായി. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ പ്രവർത്തികൾ വലിയതാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കുറെ കൂടെ പ്രാർത്ഥിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. എന്റെ ശുശ്രൂഷിക്കുന്ന 2000 കർത്താവിന്റെ 17 എല്ലാ പെന്തക്കോസ്ത് ലീഡേഴ്സിനെയും വിളിച്ച് അവിടെ കുമ്മനാട് ശുശ്രൂഷയ്ക്കുള്ള അവസരം കൊടുക്കുവാൻ കർത്താവിനെ സഹായിച്ചു. 2018 ഏപ്രിൽ 10-ാം തീയതി പാസ്റ്റർ സാംകുട്ടി ചാക്കോ മുഖാന്തരം അവിടെ 12 മണിക്കൂർ ലീഡർഷിപ്പിൽ ഒരു വലിയ പ്രാർത്ഥന, ഏകദേശം വലിയൊരു കൂട്ടം 10,000 ആൾക്കാർ കൂടെ തക്കണം വലിയൊരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടാകുവാനിടയായി. 19 പരം മിഷൻസിന്റെ ഹെഡുകൾ ചേർന്നാണ് ആ വലിയ പ്രാർത്ഥന നടപ്പാൻ ദൈവം സഹായിച്ചത്. കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ 2020 50 വർഷം കഴിഞ്ഞപ്പോൾ വലിയ പ്രാർത്ഥന മൂവ്മെന്റ് നടക്കുവാൻ സഹായിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. കൂടാതെ ഈ കോവിഡ് കാലത്ത് ഒന്നും പ്രവർത്തനം നടക്കാതിരിക്കുന്ന വേളയിൽ പ്രാർത്ഥന ഫലമായി അത് കോവിഡിനോടനുബന്ധിച്ച് ഏകദേശം 325 പേർ സ്നാനപ്പെട്ട് സഭയോട് ചേരുവാനായിട്ട് ഇടയായി. ഇന്ന് വിശാലമായ ഒരു ഹോളിന്റെ ഫസ്റ്റ് ഫ്ലോർ ഞങ്ങൾ പണിയുവാനിടയായി. അതിന്റെ സെക്കൻഡ് ഫ്ലോറിന്റെ പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയാൽ ചെയ്യും. ചോദിച്ചോളുക, ജാതികളെ അവകാശമായും ഭൂമിയുടെ അതികളെ കൈവശമായി തരുമെന്ന് പറഞ്ഞ കർത്താവെ തീർച്ചയായും വലിയ കാര്യങ്ങളെ ചെയ്യുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. 2025 ഏപ്രിൽ മുതൽ ദൈവത്തിന്റെ കൃപയാല് ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റിലും ലഡാക്ക്, കാർഗിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയായി ടീമായി പോകുവാൻ
ദൈവം സഹായിച്ചു. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും പോകുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം സഹായിച്ചു. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയപ്പെടാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ തക്ക സമയത്ത് ദൈവം നമ്മളെ അയക്കുന്ന ദൈവമാണ്. ആകയാൽ ബലമുള്ള കൈക്കടി താണിരിക്കുക, അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. തീർച്ചയായും നമ്മളെ കൂടുതൽ ശക്തമായ ഒരു വലിയ പ്രവർത്തനത്തിനായി ദൈവം നമ്മളെ നയിക്കുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് സ്ഥലങ്ങളും ഹോളുകളും ഒക്കെ പണിയുവാൻ കർത്താവ് സഹായിച്ചു. എന്ത് പറഞ്ഞോട്ട് നോക്കിയാൽ നമ്മുടെ കഴിവല്ല, നമ്മുടെ ശക്തിയല്ല, ദൈവത്തിന്റെ കൃപ. അനേക ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ ദൈവം പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. 2025 ജൂലൈ 10 മുതൽ 150 ദിവസത്തോളം പ്രാർത്ഥനയിൽ കുറച്ചു പേരിരുന്ന പ്രാർത്ഥനയിൽ പോരാടുവാനിടയായി. പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ദൈവം മറുപടി തരുവാനായിട്ടിടയായി. കർത്താവിന്റെ വര താമസിക്കുന്നെങ്കിൽ 2026 ഫെബ്രുവരി 9 മുതൽ മാർച്ച് 20 വരെ ഇവിടെ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ പോരാടുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ദൈവം വലിയ ചെയ്യും. പ്രാർത്ഥനയാൽ കഴിയാത്ത വല്ലതും കാര്യമുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച് ജയമെടുത്തായ ദൈവമക്കായ കർത്തദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം. പ്രാർത്ഥന നമുക്ക് മുന്നേറാം. നമ്മുടെ കഴിവല്ല, നമ്മുടെ ശക്തിയല്ല. പ്രാർത്ഥന നമ്മൾ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായും അറിഞ്ഞയക്കപ്പെട്ട വഴികളെ ദൈവം നമുക്ക് തുറന്നു നൽകും. പുതിയ വഴികളെ ദൈവം നമുക്ക് തുറന്നു തരുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവിന്റെ വര താമസിക്കുന്നുവെങ്കിൽ മാർച്ച് 25 മുതൽ 29 വരെ ഇവിടെ ഗോൾഡൻ ജൂബിലി 50ാമത്തെ കൺവെൻഷൻ നടക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ ദൈവം വലിയ ചെയ്യും. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഞാനിവിടെ 50 വർഷത്തിന് മുമ്പ് വരുന്ന സമയത്ത് ഈ പഞ്ചാബിലെ വിരലെണ്ണാൻ മാത്രമുള്ളായിരുന്നു കർത്തദാസന്മാരും സഭകളും. എന്നാൽ ഇന്ന് ലക്ഷക്കണക്കിന് ആത്മാവ് കൂടത്തക്കണം അനേക കർത്തദാസന്മാരെ വിശേഷാൽ പഞ്ചാബികളായിട്ടുള്ളവരെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഉള്ളത്. ആകയാൽ പഞ്ചാബിന്റെ ഉണർവിന് വേണ്ടി, ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി, ലോകത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം വലിയ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവജനത്തോടും എനിക്ക് ആത്മാർത്ഥമായി പറയുവാനായിട്ട് കഴിയുന്നത് ഈ നാളുകളിൽ നമുക്കെല്ലാം മറന്ന്, സഭാവ്യത്യാസം എല്ലാം മറന്ന് ഐക്യതയോടെ നമുക്ക് മുന്നേറുവാനിടയാകട്ടെ. നമ്മുടെ പണ്ടത്തെ പോലെ നല്ലൊരു കാലം മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. തമ്മിൽ സഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ നമ്മുടെ ഏക ഉദ്ദേശം ഭാരതത്തെ സൂക്ഷിക്കുക, ലോകത്തെ സൂക്ഷിക്കുക. സുവിശേഷം കടന്നില്ലാത്ത എല്ലായിടത്തും വലിയ സുവിശേഷം എത്തുവാൻ, ഈ പഞ്ചാബിനെ, ഇന്ത്യയെ, ലോകത്തെ സൂക്ഷിപ്പാൻ വലിയ ഉണർവുണ്ടാകുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇങ്ങനെ അവസരമൊക്കെ എല്ലാ കർത്തദാസന്മാരും ഇവിടെയുള്ള എല്ലാ ദൈവജനത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്തു. മിറക്കിൾസ് ഹാൻഡ് ഓഫ് ജീസസ് സൂം മീറ്റിംഗിനകത്തോ സ്തോത്രം. ഇതിന്റെ പ്രവർത്തനം മുഖാന്തരം അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വലിയൊരു ആത്മീയ ഉണർവിനായി നമുക്ക് മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവപ്രവൃത്തിക്കുള്ള സമയം വന്നിരിക്കുന്നു. ഹാലലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ആകയാൽ നമുക്ക് ഉണരാൻ, പ്രാർത്ഥിക്കാൻ, കരയാൻ. കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആപ്പോടെ കൊയ്യും. തീർച്ചയായും ദൈവം വരവ് ചെയ്യും. സുവിശേഷം കടന്നില്ലാത്ത ഗ്രാമങ്ങളെയും പട്ടണങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. യഥാർത്ഥമായി എനിക്ക് വേണമെങ്കിൽ ജനറൽ പ്രസിഡന്റായ ശേഷം എനിക്ക് നാട്ടിലോ അല്ലെങ്കിൽ ലോകത്തിന് എവിടെയെങ്കിലും പോകാമായിരുന്നു. എങ്കിൽ എനിക്ക് ഉത്തരേന്ത്യയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ദൈവം തന്നതുകൊണ്ട് ഈ പ്രായം ഇപ്പൊ 75ാമത്തെ വയസ്സിലാണ്. 75ാമത്തെ വയസ്സിൽ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. ഈ തണുപ്പിന്റെ മധ്യത്തിലും ഇവിടെ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന എല്ലാ കർത്തദാസന്മാരെ ദൈവം എനിക്ക് പറയാനുള്ളത്, ഉണരുക, ഉണരുക. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുക. നമ്മൾ ഹാലലിയ കാലാവസ്ഥയിൽ നോക്കാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ആയിരങ്ങളെ, പതിനായിരങ്ങളെ നേടിയെടുക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. വരും കാലങ്ങളിൽ ഈ ഹാലലിയ സൂം മീറ്റിംഗിൽ അനേകർ വന്ന് ജോയിൻ ചെയ്യുവാൻ, അത് മുഖാന്തരം ലോക സുവിശേഷത്തിന് വേണ്ടി ദൈവം വഴികളെ തുറക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടും പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളെ ചോദിക്കുന്ന കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ എളിയ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ പത്താംകോട്.